നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന വീട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത്. നമുക്ക് മലയം ഭാഗത്താണ് നമുക്ക് ഈ ഒരു വീട് പണി തീർത്തിട്ടുള്ളത്. കംപ്ലീറ്റഡ് വില്ല പ്രോജക്റ്റാണ്. തൊട്ടടുത്ത് തന്നെ വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ പണി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇത് നമുക്ക് പാപ്പനംകോട് മലയം ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 11 കിലോമീറ്ററുമാണ് നമുക്ക് ഡിസ്റ്റൻസ് മാത്രം വരുന്നത്. പിന്നെ തൊട്ടടുത്തായിട്ടുള്ള വേറെ ലൊക്കേഷൻസ് ജസ്റ്റ് പറഞ്ഞുതരാം. പാപ്പനംകോട് നമുക്ക് 5 കിലോമീറ്റർ, മലയം CSI ചർച്ച് 300 മീറ്റർ, റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് 8 കിലോമീറ്റർ ചുറ്റളവിലാണ്. നമുക്ക് കറക്റ്റ് CSI പള്ളിയാണ് ഇതിൻ്റെ കറക്റ്റ് ലാൻഡ്മാർക്ക് വരുന്നത്. മലയം CSI പള്ളി അതാണ് നമുക്ക് മെയിൻ ബസ് റൂട്ട് വരുന്നത്. ഇപ്പോൾ 850 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ പണി കഴിപ്പിച്ച നല്ലൊരു മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. തൊട്ടടുത്തുള്ള വീടും നമുക്ക് സെയിലിനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിങ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണുക. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറും അതിമനോഹരമായിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ലുക്കെല്ലാം അടിപൊളിയായിട്ടാണ് വീടിൻ്റെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമ്മൾ ഗ്ലാഡിങ് ടൈൽസും അതുപോലെ തന്നെ അതിനെ മനോഹരമാക്കുവാനായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടാർട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. 5 മീറ്റർ വീതിയുള്ള നല്ല വലിയ ടാർട്ട ഫ്രണ്ടേജ് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ വിശേഷങ്ങളോട്ട് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഫ്രണ്ടിൽ നല്ല വീതിയുള്ളൊരു ഗേറ്റും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത്. സ്ലൈഡിങ് ഗേറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു 18 അടി നീളമുള്ള ഫ്രണ്ട് ഗേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുൻപോട്ട് കിടക്കാം. ഈ കാണുന്ന പോലെ ഫ്രണ്ടെല്ലാം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്കും ചെയ്ത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് വന്നിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് 2 കാർ വരെ ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. ഈ സൈഡിലായിട്ടാണ് കിണർ വന്നിട്ടുള്ളത്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് 10x6 ഡയമെൻഷൻ വരുന്നത്. നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലും നമുക്ക് സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ നമുക്ക് ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത്. പ്ലാവിൻ തടിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോറെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് നല്ല സിമ്പിൾ ഒരു എലഗൻ്റ് രീതിയിൽ തന്നെയാണ് ഡോറിൻ്റെ പണിയെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് കിടക്കാം. അപ്പോൾ വീടിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഒരു ലിവിങ് ഏരിയ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ഹാള് നമുക്ക് 20x15 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഈ വീട് കറക്റ്റ് ഈസ്റ്റ് ഫേസിംഗ് ആണ് കേട്ടോ. കിഴക്ക് ദർശനം തന്നെയാണ് വീട് വരുന്നത്. 20x15 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലിവിങ് ഏരിയ. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് വുഡൻ പാറ്റേണിൽ കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് സ്പോട്ടഡ് ലൈറ്റും ഫാൻസി ലൈറ്റൊക്കെ ഡെക്കറേഷനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചുമരിലെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് TV യൂണിറ്റ്. വുഡൻ പാറ്റേണിൽ വരുന്ന വാൾപേപ്പറും കാര്യങ്ങളൊക്കെ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട് 3 BHK ആണ്. അപ്പോൾ നമുക്കതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 ഫേസിങ് ഇലക്ട്രിസിറ്റി തന്നെയാണ്. വി ഗാർഡിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. 3 ഫേസിങ് ഇലക്ട്രിസിറ്റിയാണ് വീടിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഹാളിൽ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ബെഡ്റൂം ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. 16x12 ഈ റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് റൂമിലും ചെയ്തിട്ടുള്ള. അപ്പോക്സി എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സും കാര്യങ്ങളെല്ലാം ഈ റൂമിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ റൂമിൻ്റെ വ്യൂ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ലിവിങ് ഏരിയയോട് ചേർന്നാണ് ഒരു റൂം വന്നേക്കുന്നത്. അതുകൊണ്ടാണ് റൂം ആദ്യം നമ്മൾ ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഡൈനിങ് ഏരിയയിലോട്ട് പോകാൻ ഇരിക്കുന്ന ആ വഴിയിൽ തന്നെ നമുക്കൊരു പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ എല്ലാം നമുക്ക് വുഡൻ ഫിനിഷിംഗ് വരുന്ന നല്ല മനോഹരമായ ഒരു പാർട്ടീഷൻ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ബോക്സ് മോഡലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പാർട്ടീഷൻ വന്നിരിക്കുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് നമ്മൾ ചെയ്തിട്ടുള്ളത്. 12x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഖജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ടഡ് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് നമുക്ക് ഫോൾ സീലിംഗ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. കിച്ചണിൽ നിന്നാണ് നമുക്ക് നേരെ ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ട് ഒരു ഓപ്പൺ ഏരിയ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. അടിയിലായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് വാഷ്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈലിൽ ചാനൽ അതുപോലെ തന്നെ മിററൊക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 12x12 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഒരു കിച്ചണിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ, അതുപോലെ തന്നെ മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസും എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് പണി കഴിപ്പിച്ച് തീർത്തിട്ടുള്ളത്. ഗ്രിപ്പായിട്ടുള്ള നമുക്ക് മാർബിളും കാര്യങ്ങളും തന്നെയാണ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ടെറാക്കോട്ട മെറ്റീരിയൽ വരുന്ന ഒരു മോഡൽ വരുന്ന ഒരു ടൈലും കാര്യങ്ങളും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ ഒരു ഫർഗോള മോഡൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിട്ട് രാവിലെയൊക്കെ നമുക്ക് വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹോളെന്ന് പറയുമ്പോൾ 12x6 നമുക്ക് ഹോളിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 20x12 നമുക്ക് റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ റൂമാണ്. അടിപൊളിയായിട്ടുള്ള റൂം തന്നെയാണ്, സ്പേഷ്യസ് ആയിട്ട്. അപ്പോൾ താഴെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്. വാർഡ്രോബ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാർഡ്രോബ്സും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും റൂമിൻ്റെ നമുക്ക് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് നമുക്കൊരു ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ അടുത്ത ഫസ്റ്റ് ഫ്ലോറിലെ
രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഏറ്റവും അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ റൂമെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 28x12 നമുക്ക് ഈ ഒരു റൂമിന് ഡയമെൻഷൻ വരുന്നത്. നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് വീടിൻ്റെ റൂമിൻ്റെ നമുക്ക് വ്യൂ കാണിച്ചു തരാം. ഇത്രയും ലെങ്തായിട്ട് നമുക്ക് റൂം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 28x12 ഒരു വാർഡ്രോബ്സൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും നമുക്ക് അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമേറിയ ഒരു റൂമാണ്. അടുത്ത നമുക്ക് വീടിൻ്റെ നേരെ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. 20x6 നമുക്ക് ബാൽക്കണിയുടെ ഡയമെൻഷൻ വരുന്നത്. ഇവിടെ നമുക്ക് അജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. റൂഫിംഗ് എല്ലാം തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വുഡൻ പാറ്റേൺ വരുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലിവിങ് ഏരിയയിൽ കണ്ട ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നേരെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ്, ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തൊക്കെ നമുക്ക് നല്ല പ്ലോട്ടൊക്കെ വരുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കിട്ടുന്ന വ്യൂ. അപ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായ കണ്ട അടിപൊളിയായിട്ടുള്ള നല്ല വിശാലമേറിയ 2 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മുകളിലും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു വീട് നമുക്ക് ഇപ്പം സെയിലിനായിട്ട് വന്നിരിക്കുന്ന ആസ്കിങ് പ്രൈസ് വെറും 75 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. ഒക്കെ മലയം ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ നമുക്ക് കസ്റ്റമേഴ്സിന് വരുന്നില്ല. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.